ബംഗ്ലാദേശിൽ വീണ്ടും ഒരു വമ്പൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിട്ടതാണ്. അവിടെ ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു കലാപം, ഒരു വലിയ കലാപം ആദ്യമായിട്ടാണ്, അതായത് ഒരു വലിയ സ്കെയിലുള്ള ഒരു കലാപം ആദ്യമായിട്ടാണ്. അവിടെയുള്ള സൂഫി വര്യന്മാർക്ക് നേരെയായിരുന്നു ആദ്യം കലാപം, പിന്നെ അത് സുന്നി ഷിയ ക്ലാഷായി പരിണമിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ബംഗ്ലാദേശ് അൺറസ്റ്റ് എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഷിയ സുന്നി ക്ലാഷ് മൾട്ടിപ്പിൾ ഏരിയാസ്, അതായത് വിവിധ പ്രദേശങ്ങളിൽ അവിടെ ബംഗ്ലാദേശിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പല ആൾക്കാർ പരിക്കേറ്റിട്ടുണ്ട്. ആൾക്കാരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. പോരാത്തതിന് അണ്ടർസ്റ്റൈഡ് ടു ഹത്തസാരി മദ്രസ, ഹബ് ഓഫ് പ്രോ കാലിഫൈറ്റ് ഹിഫാസത്ത് ഇ ഇസ്ലാമിൻ്റെ മദ്രസയ്ക്ക് അടുത്ത് വലിയ രീതിയിലുള്ള സുന്നി ഷിയ ക്ലാഷാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് അവിടെ ഓരോ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം അതേ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നപ്പോൾ ഉണ്ടായി. ഇപ്പോഴിതാ പരസ്പരം തമ്മിൽ തല്ലാൻ തുടങ്ങിയിരിക്കുകയാണ് ഇവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ക്രിറ്റിക്സ് വാൺ ഇന്ററിം PM മുഹമ്മദ് യൂനിസ് ഹാസ് ഇനേബിൾഡ് റാഡിക്കൽ ഗ്രൂപ്പ്സ് എൻഡേഞ്ചറിങ് ഹിന്ദുസ്, അതർ മൈനോറിറ്റീസ് ആൻഡ് റിലീജിയൻ അൺസ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് എല്ലാവരും ഇതിന് മുഹമ്മദ് യൂനിസിനെയാണ് വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നത്. മുഹമ്മദ് യൂനിസിൻ്റെ പിടിപ്പുകേടാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിൽ ഉയർന്നു വരുന്ന വേറൊരു ആംഗിളുണ്ട്. അതായത് ലോകക്രമം മാറുന്നതനുസരിച്ച് അമേരിക്ക ബംഗ്ലാദേശിൽ കയറി വരാതിരിക്കാൻ ഈ കലാപത്തിന് പിന്നിൽ ചൈനയാണ്, ഇന്ത്യയാണ് എന്നൊക്കെ പറഞ്ഞ് പല കോൺസ്പിറസി തിയറികളും പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അതിനൊന്നും യാതൊരുവിധ തെളിവുകളുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.